വയനാട് മേപ്പാടിയിലെ മണ്ണിടിച്ചിലിൽ ജീവൻ പൊലിഞ്ഞവരും കാണാതായവരും നിരവധി ചോദ്യങ്ങളാണ് നമുക്ക് മുന്നിൽ കൊണ്ടെത്തിക്കുന്നത്. തുരങ്കപാതയ്ക്ക് വേണ്ടി കുഴിച്ച മണ്ണ് നീങ്ങിയതാണ് എന്നും അതേസമയം ഉരുൾപൊട്ടൽ തന്നെയാണ് ഉണ്ടായതെന്നും പറഞ്ഞ് അധികൃതരും രാഷ്ട്രീയ കേന്ദ്രങ്ങളും പരസ്പരം പഴിചാരുകയാണ്. മണ്ണ് മാറ്റേണ്ട കമ്പനി ഉത്തരവ് കിട്ടിയിട്ടും അത് ചെയ്തില്ല എന്നും വാർത്തകളുണ്ട്. എന്നാൽ തങ്ങൾക്ക് ചെയ്യാൻ പരിമിതികളുണ്ടായിരുന്നു എന്നും ആ കമ്പനി അവകാശപ്പെടുന്നു. വേണ്ടത്ര പാരിസ്ഥിതിക പഠനങ്ങൾ ചെയ്യാതെയാണ് തുരങ്കപാത നിർമ്മാണം ആരംഭിച്ചത് എന്നുള്ള വാദങ്ങളും നിലനിൽക്കുന്നു. ഈ അപകടം തടയാൻ കഴിയുമായിരുന്നു. ഇത് സർക്കാരിൻ്റെയോ അധികാരികളുടെയോ കെൽപ്പില്ലായ്മയാണോ? ഇത് മനുഷ്യനിർമ്മിതമാണോ? ജനങ്ങളുടെ ആശങ്കകൾ പരിഹരിക്കപ്പെട്ടിരുന്നു. അവരുടെ പരാതികൾക്ക് ഉടനടി പരിഹാരം നൽകാനും വേണ്ടത്ര സജ്ജീകരണങ്ങൾ ചെയ്യാനും അധികാരികൾക്ക് കഴിഞ്ഞു. ഇവരുടെയൊക്കെ നടപടികൾ കാത്തുനിന്നാൽ കാര്യങ്ങൾ വേഗത്തിൽ നടക്കുമോ? ജനങ്ങളുടെ വാക്കുകളും ആശങ്കകളും അധികാരികളിലേക്ക് ഉടനെ എത്തിക്കാനും പരിഹാരം കാണാനുമാണ് ഞങ്ങളുടെ ശ്രമം. ക്ലിക്ക് അതാണ് ശ്രമിക്കുന്നത്. അപകടങ്ങൾ പല കാരണങ്ങളാലും വരാം. പക്ഷേ മുന്നൊരുക്കങ്ങൾക്ക് ജനങ്ങൾ തന്നെ മുൻപന്തിയിൽ നിൽക്കേണ്ടതുണ്ട്. നിങ്ങളുടെ പരാതികളും ആശങ്കകളും എന്തുമാവട്ടെ, ക്ലിക്ക് നിങ്ങളുടെ കൂടെയുണ്ട്. നമുക്ക് ഒന്നായി ചേർന്ന് സമ്മർദ്ദം ചെലുത്താം, പരിഹാരമുണ്ടാക്കാം. നിങ്ങൾ ഒത്തുചേരൂ, ഞങ്ങൾ കൂടെയുണ്ട്.